ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മൈസൂർ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചായ കുടിക്കാം. ഇവിടെ വൻ ചായ കുടിയിലാണ് ബോസ്. SPR ഇതാ ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഷെബീറ? മൈസൂർ മസാല ദോശ. മൈസൂർ മസാല ദോശ. അതായത് ലോക പ്രശസ്തമായിട്ടുള്ള ഇതിന് വേറെ ചരിത്രമുണ്ട്. ഒരുവിധം മറ്റേ വിദേശികളൊക്കെ നമ്മളെ മൈസൂർ ഭാഗത്ത് അതേപോലെ ഇവിടെ സൂ പാലസ് ഭാഗത്ത് ഒരുപാട് ചരിത്രം ഇറങ്ങിയിട്ടുള്ളതാണല്ലോ. അതെ. അപ്പൊ ഇവിടെ വന്നുകൊണ്ട് അധികം ആൾക്കാരും പുറത്തുള്ള വ്യക്തികൾ മൊത്തം ഇത് ഫേമസ് ആണ്. ഇത് ഈ മൈസൂർ മസാല ദോശ. പ്രത്യേകം ഈ പാലൊക്കെ മൈസൂർക്ക് വരുമ്പോൾ എന്താ പറയാ, ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നല്ല അടിപൊളി കിട്ടാം. വേറെ പറ്റില്ല. ഞാൻ എപ്പോഴും ഇവിടെ വന്നുകൊണ്ട് എപ്പോഴും മൈസൂർ മസാല ദോശ രാവിലെ അതിന്റെ ഓർഡർ ചെയ്യല്. ഒന്ന് കഴിച്ചോക്കെ രാഹുൽ. അപ്പൊ നമുക്ക് മൈസൂർ മസാല ദോശ ഷെബീർ ഇത്രയൊക്കെ തള്ളിയോണ്ട് നമുക്കൊന്ന് കഴിച്ചോക്കെ എങ്ങനെ നോക്കാം. അപ്പോൾ ഗൈസ് ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്. എനിക്ക് ഇവരെ ചട്നി ആട്ടോ ഇഷ്ടമായത്. സാമ്പാർ ഒരു സുഖമില്ല. ഞാൻ തമിഴാണെന്ന് അങ്ങനെ അതായത് ഫ്ലോയിലായിട്ട് പറഞ്ഞില്ല. ഹലോ ഷെബീറ, സ്പെഷ്യൽ ഒന്നുമില്ലേ? ഫിഷ് ബിരിയാണി നമ്മളെ നാട്ടിലത്തെ മരുന്നല്ല, ഇവിടുത്തെ വെറൈറ്റി ഇവിടുത്തെ ഒരു ഫിഷ് ഉണ്ട്. ഇവിടെ കിട്ടുന്ന വേറെ കടപ്പുറത്ത് വരുന്നതാണ്. നമ്മളെ നാട്ടിലൊക്കെ വൈല മത്തി മറ്റേ വർഷം ഇല്ല. ആ സാധനം അതിനൊക്കെ ഇവിടെ കിട്ടും. പക്ഷെ ഭയങ്കര റേറ്റ് ആണ്. 400-500 റുപ്യന്റെ അടുത്തോളം അതിനൊക്കെ. അപ്പൊ ഇവിടെ ഒരു മറ്റേ ഒരു വേറെ ഒരു മീനുണ്ട്, അതിന് പേര് എനിക്കറിയില്ല. ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ ഒരു മീനുണ്ട്. അത് ബിരിയാണിക്കൊക്കെ അവിടെ നല്ല അടിപൊളി സാധനമാണ്. അപ്പൊ അത് വെച്ചാണ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. പരിപാടി നാസിയാന്റെ ഫിഷ് ബിരിയാണി പ്രത്യേകം എടുത്ത് പറയണം. നമ്മള് ഫിഷ് ബിരിയാണിക്കുള്ള ഫിഷ് വാങ്ങാൻ വേണ്ടി പോവാണ്. നമ്മളിതാ ഫിഷ് വാങ്ങാൻ വേണ്ടി എത്തിയാണ്. ബിരിയാണിക്ക് പറ്റിയ ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മള് വേറെ സാധനം ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു പുള്ളിയെ. അപ്പൊ ആ മീൻ കിട്ടിയിട്ടില്ല. അപ്പൊ അടുത്തുള്ളത് നമ്മളെ കട്ടിലല്ല ഞെട്ട ഇത് ചേട്ടാ നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധനമാണ്. ഇത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധനം തന്നെയാണ്. ഇത് കണ്ടില്ല കണ്ട് അച്ഛനും പറയില്ല. ഇത് അല്ല നെട്ടറും മറ്റേ മീനും തിരിച്ചറിയാൻ പറ്റില്ല. ഇവിടെ കച്ചറാണ് ഗൈസ്. നമ്മള് ഫിഷൊക്കെ വാങ്ങിയതാ റൂമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പച്ചക്കറി കട. നമ്മളെ ക്വാർട്ടേഴ്സിന്റെ അടുത്ത് തന്നെയാണ് ഇത് വരുന്നത്.